ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? പാർട്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി ഡി സി ജനറേറ്റർ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാ? പെർമനന്റ് മാഗ്നറ്റ് ഡി സി ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ, സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് പെർമനന്റ് മാഗ്നറ്റ് ഡി സി ജനറേറ്റർ എന്ന് നോക്കാം. A permanent magnet DC generator is an electrical generator that use permanent magnets instead of an electromagnet for excitation field. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോമാഗ്നറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫീൽഡ് എക്സൈറ്റേഷൻ ചെയ്യുക. അതായത് മാറ്റിഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റ്സ് വഴിയാണെന്നാണ് നമ്മൾ പറഞ്ഞുള്ളത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിന് പകരം നമ്മൾ ഒരു പെർമനന്റ് മാഗ്നറ്റ് വെക്കുക. അത് ആ പെർമനന്റ് മാഗ്നറ്റ് വെച്ച് യൂസ് ചെയ്യുന്ന ജനറേറ്റർ ആണ് എന്ത്? പെർമനന്റ് മാഗ്നറ്റ് ഡി സി ജനറേറ്റർ. ഓക്കെ, അവിടെ ഇലക്ട്രോമാഗ്നറ്റ് ആവില്ല, പെർമനന്റ് മാഗ്നറ്റ് ആവും. നമ്മുടെ ഈ ചെറിയ മിനി മോട്ടറൊക്കെ നിങ്ങൾ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും പെർമനന്റ് മാഗ്നറ്റ് ആവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ അതേപോലെ തന്നെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. അതായത് നമുക്ക് നോ നീഡ് ഫോർ ഫീൽഡ് വൈൻഡിങ്സ് ഓർ എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ സർക്യൂട്ട്. അതായത് ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? എക്സൈറ്റേഷൻ ചെയ്യണം, അതിൽ സപ്ലൈ കൊടുക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പെർമനന്റ് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എഫിഷ്യൻസി, നമുക്ക് എന്ത് ചെയ്യാം? ഈ പെർമനന്റ് ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സപ്ലൈ കൊടുക്കണ്ടേ, അപ്പോൾ അതിനൊരു പവർ കൺസംഷൻ ഉണ്ടാവും. അത് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കോമ്പാക്ട് സൈസാണ്, സ്മോളർ ഡിസൈൻ. അതായത് നമ്മളിപ്പോൾ ഈ ചെറിയ മിനി മോട്ടറിലൊക്കെ ഞാൻ പറഞ്ഞില്ല, ചില മിനി മോട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആ ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? വലുതാവും. അതുപോലെ തന്നെ എന്താണ്? ലോ മെയിൻ്റെനൻസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് വെച്ചാൽ നിയോഡ്മിയം ക്യാൻ ബി എക്സ്പെൻസീവ്. അതായത് നല്ല ഹൈ ക്വാളിറ്റി പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യണം, എന്നാലും നല്ല ഫ്ലക്സ് ഉണ്ടാവുള്ളൂ, ഫ്ലക്സിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടാവുള്ളൂ, എന്നാലാണ് കൂടുതൽ EMF നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ലോ മാഗ്നറ്റിക് ഫ്ലക്സ് ആകുമ്പോൾ കട്ടിങ് കുറയും, ആർമേച്ചർ കട്ട് ചെയ്യുന്ന കുറയും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് EMF കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപ്പോൾ over time the magnets can lose their strength especially under high temperature or mechanical stress. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൈ ടെമ്പറേച്ചറിലൊക്കെ ആകുമ്പോൾ തന്നെ, ഹൈ ടെമ്പറേച്ചർ ഇപ്പോൾ ജനറേറ്റർ നമ്മൾ കുറേ നേരം പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ജനറേറ്റർ ചൂടാവും. അപ്പോൾ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈ ടെമ്പറേച്ചർ കാരണം ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി, ഈ പെർമനന്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ലോസ് വരും. അപ്പോൾ EMF എന്ത് ചെയ്യും? കുറയും. അതുപോലെ തന്നെ അടുത്താണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്. എന്താണ്? നമുക്ക് ഇതിൻ്റെ ഫ്ലക്സ് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മോട്ടർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ അത് നമുക്ക് കോൺസ്റ്റൻ്റ് ആവും. നമുക്ക് ആ ഫ്ലക്സിനെ കൂട്ടും കുറയ്ക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാൻ മതി? അതിൻ്റെ സപ്ലൈ കറണ്ട് ഒന്ന് കൂട്ടിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലക്സ് കൂട്ടാൻ പറ്റും. പക്ഷേ പെർമനന്റ് മാഗ്നറ്റിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. സ്മോൾ സ്കെയിൽ പവർ ജനറേഷനിലൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ. പിന്നെ വിൻഡ് ടർബൈൻസ്, ബാറ്ററി ചാർജ് സിസ്റ്റം, പോർട്ടബിൾ ജനറേറ്റർ, ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം? സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ അധികം ഈ പെർമനന്റ് മാഗ്നറ്റ് DC ജനറേറ്റർ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ആ ഇലക്ട്രോമാഗ്നറ്റിന് സപ്ലൈ എന്താണ്? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് സപ്ലൈഡ് വിത്ത് ആൻ ഓട്ടോണമസ് എക്സ്റ്റേണൽ DC സോഴ്സ് ഓർ ബാറ്ററി. നമ്മൾ എക്സ്റ്റേണൽ ഒരു ബാറ്ററി ആ ഫീൽഡിലേക്ക് കണക്ട് ചെയ്ത് ആ സപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക?
ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യിക്കുക. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ നമ്മൾ അങ്ങനെ കോമൺലി യൂസ് ചെയ്യാറില്ല, റയർലി യൂസ് ചെയ്യണ ഒരു ടൈപ്പ് ജനറേറ്റർ ആണ്. ഓക്കെ, ഇതാണ് എന്ത് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിന്റെ എന്ത് ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം കാണാൻ പറ്റും. ഇതിന്റെ ഫീൽഡിക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് സെപ്പറേറ്റ്ലി ആണ്. നമ്മൾ എക്സ്റ്റേണലി വേറെ ബാറ്ററിന്നോ അതോ എന്തെങ്കിലും DC സോഴ്സിന്നോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ്? VF ആണ്. VF പറഞ്ഞ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ IF പറഞ്ഞ കറണ്ട് ഈ ഫീൽഡ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ IF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫീൽഡ് കറണ്ട് ആണ്. അതുപോലെ VF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗമാണ് എന്ത്? ഇതിന്റെ ആർമേച്ചർ. ആർമേച്ചറിൽ എന്തുണ്ട്? EG. നിങ്ങൾക്കിവിടെ EG കാണാൻ പറ്റും. EG എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് EMF ആണ്. ഓക്കെ, ജനറേറ്റഡ് EMF ആണ് EG. അതുപോലെ തന്നെ IA എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ കറണ്ട് ആണ്. ഓക്കെ, ആർമേച്ചർ കറണ്ട് ആണ് എന്ത്? IA. അതുപോലെ തന്നെ ഈ IA എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോഡിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ IA തന്നെയാണ് എന്ത്? IL എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട്. അതുപോലെ ലോഡ് എന്താണ്? ലോഡിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് ആണ് എന്ത്? ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, നമ്മുടെ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ടെർമിനൽസ് ഉണ്ടാവും. ആ ടെർമിനൽസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്ത്? V എന്ന് പറഞ്ഞ ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും EG IA എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ IL എന്ന് പറഞ്ഞാൽ എന്താണ്? IA ആണ്. കാരണം സീരീസ് ആണ്. IL തന്നെയാണ് IA ആയിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ എന്താ? V is equal to, അപ്പോൾ ഈ സപ്ലൈ വോൾട്ടേജ്, അതായത് ഈ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അതിന് നോക്കാം. ഇവിടെ ഈ ആർമേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനാണ്, ജനറേറ്റ് EMFനെയാണ് നമ്മൾ EG എന്ന് പറയുക. ഓക്കെ, EG എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു കോപ്പറിന്റെ വൈൻഡിങ് ആണല്ലോ, കോപ്പറിന്റെ വൈൻഡിങ് ആണല്ലോ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ. കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തുന്ന സ്ഥലമാണ് ആർമേച്ചർ പറഞ്ഞത്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതുകൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു ലോസ് ഉണ്ടാവുന്നുണ്ട്, കോപ്പർ ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കോപ്പർ ലോസിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക വെച്ചാൽ IARA ആണ് ആർമേച്ചർ വോൾട്ടേജ്. ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ EG ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ആർമേച്ചർ വൈൻഡിങ്സ് കാരണം, കോപ്പർ കാരണം അവിടെ കോപ്പർ ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ആർമേച്ചർ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആർമേച്ചറിൽ 230 വോൾട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരിക. നമുക്ക് ടെർമിനലിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ 230 കിട്ടണമെന്നില്ല. അതിപ്പോൾ ഒരു 240 245 കിട്ടുള്ളൂ. കാരണം അത്രയും വോൾട്ട്, ബാക്കി 10 വോൾട്ട് 9 വോൾട്ട് എന്ത് ചെയ്യും? ഇവിടെ ലോസ് ആയി പോകുന്നുണ്ട്. അത് ഈ ലോസ് ആവാൻ കാരണം ആരാണ്? IARA പറഞ്ഞ ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, അതായത് കോപ്പർ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയാച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനറേറ്റഡ് വോൾട്ടേജ് മൈനസ് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, അതവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ V is equal to എന്താണ്? EG ജനറേറ്റഡ് EMF മൈനസ് IARA പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമേച്ചറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. എന്ത് കാരണം? ആർമേച്ചർ വൈൻഡിങ് കാരണം ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് IARA. അപ്പോൾ V is equal to EG മൈനസ് IARA. ഓക്കെ, അതുപോലെ പവർ ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പവർ ഉണ്ടാവുന്നത് എന്താണ്? പവറിന്റെ ഇക്വേഷൻ എന്താണ്? V into I എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ആർമേച്ചറിൽ ഉണ്ടാവുന്ന പവറിന്റെ ഇക്വേഷൻ എന്താണ്? EG ജനറേറ്റഡ് EMF ഇൻറ്റു ജനറേറ്റഡ് കറണ്ട്, അതായത് ആർമേച്ചർ കറണ്ട്, അതാണ് EGIA എന്നാണ് പവർ ഡെവലപ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ മെയിൻലി മനസ്സിലാക്കേണ്ട കാര്യം ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിൽ സെപ്പറേറ്റ്ലി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇനി സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ടൈപ്പ്, ദ ഫീൽഡ് കോയിൽസ് ഈസ് റീഇൻഫോഴ്സ്ഡ് by the field generated by generator. The generation of first electromotive force will arise due to excellent magnetism within the field pole, also called residual magnetism. അതായത് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ കേട്ടിട്ടില്ലേ? നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ആണിയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബൈൻഡിങ്, അതായത് നമ്മളൊരു കണ്ടക്ടർ ചുറ്റി നമ്മൾ ആ കണ്ടക്ടറിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആണി എന്താവും?
ഒരു മാഗ്നറ്റായി മാറും. അപ്പോൾ നമ്മൾ ആണിനെ നമ്മൾ എവിടെയെങ്കിലും കോയിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കോയിൻ അട്രാക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ആണി എന്താവും, മാഗ്നറ്റ് ആവും. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഈ ആണിയുടെ സപ്ലൈ, അതായത് മീൻസ് ആ ആണിയിൽ ചുറ്റി കണ്ടക്ടറിൻ്റെ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആണി മാഗ്നറ്റായി മാറും. അതൊരു ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, ആ ഒരു ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ജനറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇവിടെ ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലക്സ് ആവശ്യമാണ്. ഫ്ലക്സ് ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ, ഫ്ലക്സ് കട്ട് ചെയ്ത് ആർമേച്ചർ കട്ട് ചെയ്ത് അവിടെ EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് ഫ്ലക്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇനീഷ്യലി കൊടുക്കണം. പക്ഷെ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ആകുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണ്ട, ഫ്ലക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇനീഷ്യലി എന്താണ്, അതിന് മാഗ്നറ്റിക് ഫീൽഡ് അതിൽ സ്റ്റോറായി കിടക്കുന്നുണ്ടാവും. റെസിജ്വൽ മാഗ്നറ്റിസം എന്നാണ് അതിന് പറയുക. ഓക്കെ, അത് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മാഗ്നറ്റ്സ് ആവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഒരു സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ ഒരു ടൈപ്പ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ഫീൽഡിലേക്ക് എങ്ങനെ സപ്ലൈ ഫസ്റ്റ് ഇനീഷ്യലി കൊടുക്കുക, അതായത് ഇവിടെ ഫീൽഡ് വേണ്ടേ, ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ജനറേറ്റർ ആകുമ്പോൾ ഇവിടെ ഒരു ഫീൽഡ് വേണമല്ലോ. അപ്പോൾ ഈ സെൽഫ് എക്സൈറ്റഡ് ആകുമ്പോൾ ഇവിടെ ഫീൽഡിൽ നമ്മൾ ഇനീഷ്യലി ഇതെങ്ങനെ മാഗ്നറ്റായി മാറുക, അത് ഈ റെസിജ്വൽ മാഗ്നറ്റിസം പ്രോപ്പർട്ടി കാരണമാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ജനറേറ്റർ വാങ്ങിയിരിക്കുക, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിന് ഈ ഫീൽഡിലേക്ക് നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കണം. പക്ഷെ പിന്നെ നമ്മൾ ഇതിന് എക്സൈറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ എന്ത് ചെയ്യും, ചെറിയ റെസിജ്വൽ മാഗ്നറ്റിസം ഉണ്ടാവും, ചെറിയൊരു മാഗ്നറ്റിസം പ്രോപ്പർട്ടി ഇത് കാണിക്കും. കാരണം അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇതിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇത് കാണിക്കും. അപ്പോൾ എന്താണ്, the generation of first electromotive force will arise due to excellent magnetism within the field pole, also called residual magnetism. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും, അപ്പോൾ ചെറിയൊരു EMF നമുക്ക് ഉണ്ടാവും. റെസിജ്വൽ മാഗ്നറ്റിസം പ്രോപ്പർട്ടിയാണ്, ചെറിയൊരു EMF ഉണ്ടാവും. അപ്പോൾ ആ EMF എന്ത് ചെയ്യും, വീണ്ടും ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ഫിഗർ നോക്കിയേ, ഇപ്പോൾ ഫസ്റ്റ് ഈ ഫീൽഡിൽ എന്ത് ചെയ്യും, റെസിജ്വൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം ഒരു ചെറിയ ഫ്ലക്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു EMF ഉണ്ടാവും. ഓക്കെ, ഇത് കറക്കുമ്പോൾ ഒരു EMF ഉണ്ടാവും. ഈ EMF എന്ത് ചെയ്യും, EMF കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ത് ചെയ്യും, ഈ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഒന്നുകൂടി വലിയൊരു ഇലക്ട്രോമാഗ്നറ്റായി മാറും. അപ്പോൾ വീണ്ടും ഫ്ലക്സ് കൂടുതൽ കട്ട് ചെയ്യും. അങ്ങനെ വീണ്ടും EMF കൂടുതലുണ്ടാവും. അപ്പോൾ ആ EMF കാരണം വീണ്ടും കറണ്ട് ഉണ്ടാവും. അപ്പോൾ ആ കറണ്ട് വീണ്ടും ഈ ഫ്ലക്സിന് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മ്യൂച്വലി എന്ത് ചെയ്യും, രണ്ടും കൂടി നമുക്ക് EMF എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞത്, അതാണ് പറഞ്ഞത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് വിൽ കോസ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് കറണ്ട് ടു ബി സപ്ലൈഡ് ടു ദ ഫീൽഡ് കോയിൽ. ഉണ്ടാവുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും, അതായത് EMF എന്ത് ചെയ്യും, ഈ ഫീൽഡിന് സപ്ലൈ ചെയ്യും, ചെറിയ കറണ്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും ജനറേഷൻ കൂടും, EMF കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് പറയാം. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ ഫീൽഡ് മെറ്റീരിയൽ, അതായത് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നൊരു മെറ്റീരിയലാണ്. ഓക്കെ, അതായത് നമ്മൾ സപ്ലൈ വിട്ടാലും ആ ഇലക്ട്രോമാഗ്നറ്റിക് സപ്ലൈ കട്ട് ഓഫ് ആയതാലും അത് ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, ടെമ്പററി ആയിട്ട് ഉണ്ടാവുള്ളൂ, കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. കുറേ കാലം നമ്മളിത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വീണ്ടും അത് സെപ്പറേറ്റ് ആയിട്ട് എക്സൈറ്റ് ചെയ്യിക്കണം. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ജനറേറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ എന്ത് ചെയ്യും, ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ നമ്മൾ മൂന്നാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, സീരീസ് വൗണ്ട് ജനറേറ്റർ, ഷണ്ട് വൗണ്ട് ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീരീസ് വൗണ്ട് ജനറേറ്റർ നോക്കാം. അപ്പോൾ ഈ സീരീസ് വൗണ്ട് ജനറേറ്റർ എന്ന് പേര് വരാൻ കാരണം ഈ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫീൽഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ സീരീസ് വൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ഫിഗർ ആദ്യം മനസ്സിലാക്കുക. ഇതാണ് എന്ത്, ഒരു ആർമേച്ചർ. ആ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഫീൽഡ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് ഫീൽഡ്. ഇതൊരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ജനറേറ്റഡ് EMF ആണ് എന്ത്, EG ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കറണ്ടാണ് IA.
പിന്നെ ഫീൽഡിൽ ഒഴുകുന്ന കറണ്ടാണ് ISC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അതുപോലെ ലോഡിലേക്ക് പോകുന്ന കറണ്ടാണ് IL. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? IAയും ISCയും ILും എന്താണ്? ഈക്വൽ ആണ്. സെയിം കറണ്ട് അല്ലേ, സീരീസ് ആണ്, സെയിം കറണ്ട് അല്ലേ. ഓക്കെ. അതുപോലെ ആർമേച്ചറിൽ നമ്മുടെ ഡ്രോപ്പ് ആണ് എന്ത്? RA. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് നോക്കാം. RC എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് വൈൻഡിങ് റെസിസ്റ്റൻസ്. ഓക്കെ. നമ്മൾ എക്സാമിനൊക്കെ ആകുമ്പോൾ ഇത് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഫിഗറാണ്. ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കണം. എന്നിട്ട് ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ RC എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് വൈൻഡിങ് റെസിസ്റ്റൻസ്. ഓക്കെ. സീരീസിൽ ഉണ്ടാകുന്ന ചെറിയ വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ് RC. ആൻഡ് ISC എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ സീരീസ് ഫീൽഡ്. അതായത് സീരീസ് ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ടാണ് ISC. ആൻഡ് RA എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു. ആൻഡ് IA എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ കറണ്ട്. ആർമേച്ചറിൽ ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ്. അതുപോലെ IL എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് കറണ്ട്, ലോഡിലേക്ക് പോണ കറണ്ടാണ്. V എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ വോൾട്ടേജ്. ആൻഡ് EG എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് EMF EG. ആൻഡ് IARA എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് കോപ്പർ ലോസ് കാരണം ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ആൻഡ് ISC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഒരു കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വൈൻഡിങ് അല്ലേ. അപ്പോൾ ഈ വൈൻഡിങ്ങിനും കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതാണ് സീരീസ് വൈൻഡിങ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്തറിയണം? ഇവിടെ ടെർമിനൽ വോൾട്ടേജ്, അതായത് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയണം. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. V = EG - IARA - ISC എന്താണ്? അതായത് EG എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്റഡ് EMF ആണ്. ഈ ജനറേറ്റഡ് EMF നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നുണ്ടായിരിക്കും. ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നത് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജിൽ നിന്ന് ഇവിടെ കുറേ മൈനസ്, അതായത് കുറേ ഡ്രോപ്പുകളൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന വോൾട്ടേജ് ആണ് ഇവിടെ വരിക. സപ്പോസ് ഇവിടെ ഒരു 230 വോൾട്ട് ഉണ്ടാവേണ്ടിയിരിക്കും. നമുക്കിവിടെ കിട്ടുന്നത് ചിലപ്പോൾ 220 വോൾട്ടേ കിട്ടുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ഡ്രോപ്പുകളൊക്കെ ഉണ്ടാവും. അതായത് ഈ ആർമേച്ചറിൽ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതുപോലെ സീരീസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കിഴിച്ച് ബാക്കി കിട്ടുന്ന വോൾട്ടേജ് ആണ് നമുക്ക് V കിട്ടുക. ഓക്കെ. അപ്പം V = നമുക്ക് എങ്ങനെ എഴുതാം? EG ജനറേറ്റഡ് EMF മൈനസ് IARA, അതായത് ആർമേച്ചറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് IARA ഞാൻ പറഞ്ഞു ആർമേച്ചർ കോപ്പർ ലോസ്. അതേപോലെ തന്നെ അതും മൈനസ് എന്താണ്? ISC RC. ഇതൊരു സീരീസ് ഫീൽഡ് വൈൻഡിങ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ അതുകൂടെ കറണ്ടും അതുകൂടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയും ഒരു ഡ്രോപ്പ് ഒന്നുണ്ടാവും. അപ്പോൾ ISC RC. അപ്പോൾ ഇത് രണ്ടിന്റെയും നമ്മൾ മൈനസ് ആണ് എന്ത്? ഓക്കെ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം എന്താണ്? ILും ISCയും IAയും ഈക്വൽ ആണെന്ന് അറിയാം. കാരണം സീരീസ് ആണല്ലോ. നോക്കിയേ, ഈ സെയിം കറണ്ട് ആണ് ഇവിടെ ലോഡിക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതാം. V = EG - IA ബ്രാക്കറ്റിൽ RC + RA നമുക്ക് എഴുതാം. എങ്ങനെ? EG മൈനസ് ഇപ്പം IL = IA ISC നമുക്ക് കോമൺ ആയിട്ട് വേണമെങ്കിൽ I എന്ന് എഴുതാം, അല്ലെങ്കിൽ IA എന്ന് എഴുതാം, അല്ലെങ്കിൽ ISC എന്ന് എഴുതാം. ഞാനിവിടെ IA എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ IA × RC + RA, രണ്ട് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. കാരണം രണ്ട് റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ നമുക്ക് ഇക്വേഷൻ ചുരുക്കാൻ പറ്റും. ഓക്കെ. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി പവർ ഡെവലപ്ഡ് എങ്ങനെയാ? പവർ ഡെവലപ്ഡ് PG എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. അപ്പോൾ PG = VI, അതായത് നമ്മൾ പവറിന് ഇക്വേഷൻ നമുക്കറിയാം VI എന്നാണ്. രണ്ട് പവറിന് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് V × I അതുപോലെ തന്നെ I² R പറഞ്ഞ രണ്ട് ലോസുകൾ നമുക്ക് ഇവിടെ പവറിനുണ്ട്. അപ്പോൾ ഞാനിവിടെ VI എന്നാണ് കൊടുത്തത്. P = EGIA. സാധാരണ നമ്മൾ പവർ ലോസിനൊക്കെ നമ്മൾ I² R ലോസസ് ആണ് എടുക്കുക. അതുപോലെ ഡെവലപ്ഡിനൊക്കെ നമ്മൾ V × I ആണ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഡെവലപ്ഡ് ആയതുകൊണ്ട് V × I, അത് ഇവിടെ എന്താ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് EG ജനറേറ്റഡ് EMF EG × ആർമേച്ചർ കറണ്ട്. അതുകൊണ്ട് PG = VEGIA നമുക്ക് എഴുതാം. ഓക്കെ. ആൻഡ് പവർ ഡെലിവേർഡ് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്നുണ്ടാവുന്ന പവർ ആണ് ഡെവലപ്ഡ്. ഇവിടെ ലോസസ് കഴിഞ്ഞ് ടെർമിനൽ കിട്ടുന്ന പവർ ആണ് എന്ത്? പവർ ഡെലിവേർഡ്. ഓക്കെ. പവർ ഔട്ട്പുട്ട് നമുക്ക് പറയാം പവർ ഡെലിവേർഡ്. ഓക്കെ. പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡെവലപ്ഡ് നിന്ന് പവർ ലോസ് ആണ് മൈനസ് പവർ ലോസ് ആണ് എന്ത്? പവർ ഡെലിവേർഡ്. അപ്പോൾ ഇവിടെ പവർ ഡെലിവേർഡ് = EGIA പവർ ഡെവലപ്ഡ് മൈനസ് I² R ലോസസ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. I² R ലോസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ I² R എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു പവർ ഡ്രോപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ.
ഇവിടെ ഒരു പവർ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ലേ, ആർമേച്ചർ കോപ്പറിൽ ഒരു പവർ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു, I²R ലോസ് എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിലും ഒരു പവർ ലോസ് ഉണ്ടാവും, അതിനും I²R ലോസ് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Eg IA പവർ ഡെവലപ്ഡ് മൈനസ് IA²R RA, അതായത് ഇവിടുത്തെ ആർമേച്ചർ കറണ്ട് ലോസ് സ്ക്വയർ ആർമേച്ചർ റെസിസ്റ്റൻസ്. ഓക്കെ, IA²RA മൈനസ് ISC, ഇവിടെ സീരീസ് ഫീൽഡിൽ ISC പറഞ്ഞ കറണ്ട് പോകുന്നുണ്ട്, സ്ക്വയർ അവിടുത്തെ റെസിസ്റ്റൻസ് RSC. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഡെവലപ്ഡ് ഈക്വൽ ടു V ഇൻറ്റു IL എന്ന് എഴുതാം. ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ഇൻറ്റു ലോഡ് കറണ്ട് നമുക്ക് എഴുതാം. ഓക്കെ, രണ്ടൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് എന്ത്, സീരീസ് ഫൗണ്ട് ജനറേറ്റർ. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിലെ ഒരു ഫസ്റ്റ് ടൈപ്പ് വൈൻഡിങ് ആണ് സീരീസ് ഫൗണ്ട് ജനറേറ്റർ ടൈപ്പ് ആണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മൾ, അതായത് വൈൻഡിങ് എങ്ങനെയാണോ ആർമേച്ചറിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇത് ആർമേച്ചർ സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സീരീസ് ഫൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, ഷണ്ട് ഫൗണ്ട് ജനറേറ്റർ. ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പാരലൽ, അതായത് പാരലൽ എന്നാണ് ഷണ്ടിന് ഉപയോഗിക്കുക. ഷണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, ഓക്കെ, ആർമേച്ചർ കണ്ടക്ടറിന്, അതായത് ആർമേച്ചറിന് എന്താണ് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുക. ഇതാണ് ടൈപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ ഫിഗർസ് നന്നായി ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ ഈ ആർമേച്ചറിന് എന്താണ് പാരലൽ ആയിട്ടല്ലേ നമ്മൾ ഈ വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ സീരീസ് ആയിരുന്നല്ലോ, ഇവിടെ പാരലാണ്, അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് പേര് വന്നത്, ഷണ്ട് ബൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞത്. നിങ്ങൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് അറിയണം. RSH എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് വൈൻഡിങ്, ഈ ഷണ്ട് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത്, RSH. അതുപോലെ ISH എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഷണ്ട് ഫീൽഡ്, അതായത് ഈ വൈൻഡിങ് കൂടെ പോണ കറണ്ടാണ് ISH. ആൻഡ് RA പറഞ്ഞ എന്താണ്, ആർമേച്ചർ റെസിസ്റ്റൻസ്. IA പറഞ്ഞ എന്താ, ആർമേച്ചർ കറണ്ട്. ഓക്കെ, ആർമേച്ചർ കറണ്ട് ആണ് IA. ആൻഡ് IL എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് കറണ്ട്, ലോഡിലേക്ക് പോകുന്ന കറണ്ടാണ് IL. ആൻഡ് V is equal to ടെർമിനൽ വോൾട്ടേജ്, ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ്. ആൻഡ് EG പറഞ്ഞ ജനറേറ്റഡ് EMF അറിയണ കാര്യമാണ്. ആൻഡ് IARA പറഞ്ഞ ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, ആർമേച്ചറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് IARA. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കി, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ IA എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്, നമുക്ക് KCL വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ലോജിക്ക് വെച്ച് നോക്കിയേ. IA എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ കറണ്ടിൽ ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, IA is equal to ISH plus IL, അല്ലെങ്കിൽ കറണ്ട് ഇൻകമിങ് is equal to കറണ്ട് ഔട്ട് ഗോയിങ്, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയാം. KCL നമുക്ക് വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഫിഗറിൽ നമുക്ക് IA is equal to ISH plus IL അല്ലേ, ഈ കറണ്ടാണ് സ്പ്ലിറ്റ് ആയി ഇങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതായത് ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ടാണ് ഫീൽഡിലേക്കും പോകുന്നത്, അതേപോലെ തന്നെ ലോഡിലേക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, V is equal to ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, V is equal to EG. EGയിൽ നിന്ന് EG പറഞ്ഞ ജനറേറ്റഡ് EMF മൈനസ് IARA, ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഈ ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ മതി, PG മൈനസ് IARA. ഓക്കെ, അതായത് ആർമേച്ചർ കറണ്ടും അതുപോലെ ആർമേച്ചർ റെസിസ്റ്റൻസും ആ ഡ്രോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ IA നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, IA നമുക്ക് ഇങ്ങനെ എഴുതാം, V is equal to EG മൈനസ് ISH പ്ലസ് IL, അതായത് IA നമുക്ക് ISH പ്ലസ് IL ആയിട്ട് എഴുതാം ഇൻറ്റു RA. ഓക്കെ, ആൻഡ് ISH. ഓക്കെ, ഇനി ഇവിടെ ISH നമുക്ക് ഈ കറണ്ട് അറിയണമല്ലോ. നമുക്കിപ്പോൾ പ്രോബ്ലത്തിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ IA നമുക്ക് കിട്ടി, IA എന്ന് പറഞ്ഞാൽ ISH പ്ലസ് IL ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് നമുക്ക് IN ചിലപ്പോൾ തന്നെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ISHും IL ഒക്കെ തരുള്ളൂ. അപ്പോൾ നമുക്ക് IA കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ISHന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/RSH. അതെങ്ങനെ ഈ ഇക്വേഷൻ V/RSH വന്നേ, ഇവിടെ നിങ്ങൾക്കറിയാം പാരലൽ എന്താണ്, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എന്താണ്, സെയിം ആണ്, ആൻഡ് കറണ്ട് ഈസ് ഡിഫറെൻറ്റ്, കറണ്ട് ഡിഫറെൻ്റ് ആണ്. അതുപോലെ സീരീസ് കണക്ഷനിൽ എന്താണ്, കറണ്ട് സെയിമും അതുപോലെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നന്നായി നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഫിഗറിൽ, ഇവിടെ വരുന്ന കറണ്ട് ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ഈ വോൾട്ടേജ് തന്നെ അല്ലേ, ഓക്കെ, ഈ വോൾട്ടേജ് തന്നെ അല്ലേ ഇവിടെയും ഇതിൻ്റെ അക്രോസും വരിക അല്ലേ. സപ്പോസ് ഇവിടെ വല്ല റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഡ്രോപ്പ് കാരണം ഈ വോൾട്ടേജും സെയിം ആവില്ല. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ ഇതൊന്നുമില്ല. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഡിഫറൻസ് ആണ്. പക്ഷേ നോക്കി, ഈ ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ് എന്ത് ഇവിടെയും വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ RSHലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ISH is equal to ഓംസ് ലോ പ്രകാരം V/RSH അല്ലേ. V വോൾട്ടേജ്, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ്, അത് ഈ സെയിം ആസ് ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ക്രോസ് ഇതിൻ്റെ റെസിസ്റ്റൻസ്, അപ്പോൾ V/RSH നമുക്ക് എഴുതാം.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. ആൻഡ് പവർ ഡെവലപ്ഡ് നമ്മൾ പറഞ്ഞു പി ജി എന്നാണ് ഡിനോട്ട് ചെയ്യുക. സാധാരണ ഞാൻ ഡിനോട്ട് ചെയ്ത് പി ജി എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വി ഇൻറ്റു ഐ എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. പി ഈസ് ഈക്വൽ ടു ഇ ജി ഐ എ. ഓക്കെ, ഇ ജി ഐ എ ആണ് പവർ. അതെല്ലാം ജനറേറ്ററിലും പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ഇ ജി ഐ ആണ്. ഓക്കെ, അതൊരു കോമൺ ആണ് എല്ലാ ജനറേറ്ററിലും. അതായത് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന കറണ്ട്. ഓക്കെ, ആൻഡ് പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ജനറേറ്റർ കൊടുക്കുന്ന ഔട്ട്പുട്ട് പവർ, അതായത് ലോസസ് ഒക്കെ കിഴിച്ചുള്ള ബാക്കിയുള്ള പവർ, അത് പവർ ഡെവലപ്ഡ് മൈനസ് പവർ ലോസ്. ആൻഡ് ദെൻ ഇവിടെ എന്താണ്? പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു ഇ ജി ഐ എ ആണ്. ഓക്കെ, പവർ ഡെവലപ്ഡ് അറിയില്ല. ആൻഡ് മൈനസ് ഐ എ സ്ക്വയർ ആർ എ, അതായത് ഇവിടെ ഉണ്ടാവുന്ന ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്ത്, സോറി, ആർമേച്ചർ പവർ ഡ്രോപ്പ് ആണ് എന്ത്, ഐ എ സ്ക്വയർ ആർ എ. ഓക്കെ, അതാണ് ഇതിന്റെ ഇക്വേഷൻ. ആൻഡ് പി ഡി ഈസ് ഈക്വൽ ടു ഇ ജി ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ എ, ഓർ പി ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ഇവിടെ ലോഡ് കറണ്ട് എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം, രണ്ട് ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫിഗർ വരച്ചിട്ട് ഫിഗറിന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ലോജിക്ക് വെച്ച്, സിമ്പിൾ ലോജിക്ക് വെച്ച് കിട്ടുന്ന പരിപാടിയാണിത്. ഓക്കെ, ഫിഗർ മസ്റ്റായിട്ട് നമ്മൾ ഡ്രോ ചെയ്യണം, എല്ലാം പാരാമീറ്റേഴ്സ് അടയാളപ്പെടുത്തണം, എന്നിട്ട് നിങ്ങൾ ലോജിക്കിൽ വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് വൗണ്ട് ജനറേറ്ററിന്റെയും ഷണ്ട് വൗണ്ട് ജനറേറ്ററിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്, കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. ഓക്കെ, അതായത് സീരീസ് വൗണ്ട് ജനറേറ്ററിൽ എന്താണ്, ജനറേറ്ററിന്റെ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുക. അതുപോലെ ഷണ്ട് വൗണ്ട് ജനറേറ്ററിൽ നമ്മൾ ജനറേറ്ററിന്റെ ആർമേച്ചറിന് പാരലൽ ആയിട്ടാണ് വൈൻഡിങ് കണക്ട് ചെയ്യുക. നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സെറ്റപ്പിനാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറയാം. ഓക്കെ, ദെൻ കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ 2 ടൈപ്സ് ഉണ്ട്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്ററും അതുപോലെ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്ററും ഉണ്ട്. ഓക്കെ, രണ്ട് തരം ജനറേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോങ് ഷണ്ട് വൗണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, എന്താണിത് എന്ന് മനസ്സിലാക്കിയാൽ അത് രണ്ട് ഫിഗർ നമുക്ക് മനസ്സിലാക്കാം. ഈ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ത്, ഷണ്ട് ഫീൽഡ്, ഇതാണ് സീരീസ് ഫീൽഡ്. അതായത് ഷണ്ട് ഫീൽഡ് സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും പാരലായിട്ട്, രണ്ടിനും പാരലായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിനാണ് നമ്മൾ എന്ത് പറയുക, ലോങ് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറയാം. ഓക്കെ, അതായത് നോക്കി, ഇവിടെ ഈ ആർ എസ് എച്ച് എന്ന് പറഞ്ഞ സീരീസ് ഫീൽഡ് ഷണ്ട് ഫീൽഡ് എന്തിനൊക്കെ പാരലാണ്, സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും പാരലാണ്. ഓക്കെ, ആൻഡ് ഷോർട്ട് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഷണ്ട് ഫീൽഡ് എന്തിന് മാത്രം പാരലാണ്, ആർമേച്ചറിന് മാത്രം പാരലാണ്. അതാണ് നമ്മൾ രണ്ട് തമ്മിൽ വ്യത്യാസം. ഓക്കെ, ഓൺലി പാരലൽ വിത്ത് ആർമേച്ചർ. ഓക്കെ, മറ്റേത് രണ്ടിനും പാരലൽ, കോമൺ ആയിട്ട് പാരലാണ്. ഓക്കെ, അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അതിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഓക്കെ, നമുക്ക് ആദ്യം ലോങ് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്ററിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നോക്കി, ഈ ഫിഗർ കൃത്യമായി നോക്കൂ. എന്താണ്, ഇവിടെ ഒരു ആർമേച്ചർ ഉണ്ട്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ കറണ്ടാണ് ഐ എ തന്നെയാണ് എന്ത്, ഐ എസ് സി. ഓക്കെ, സീരീസ് ഫീൽഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് സി, അതിന് റെസിസ്റ്റൻസ് ആണ് ആർ എസ് സി. ഈ ഐ എസ് സിയും ഐ എം നമ്മൾ എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, ദെൻ ഈ ഐ എസ് സി തന്നെയാണ് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഐ മീൻ ഐ എ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്, ഐ എസ് എച്ച് പ്ലസ് ഐ എൽ. ഓക്കെ, ഇവിടേക്കും സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്, നേരത്തെ ഷണ്ടിന്റെ പോലെ തന്നെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഒന്ന് ഷണ്ട് ഫീൽഡിലേക്കും പോകുന്നുണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് ആർ എസ് എച്ച്, ആൻഡ് ഐ എൽ ലോഡിലേക്കും പോകുന്നുണ്ട്, അതിൽ കറണ്ടാണ് ലോഡ് കറണ്ട്, ആൻഡ് അക്രോസ് ഒരു ടെർമിനൽ വോൾട്ടേജ് വി എന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആർ എസ് എച്ച് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം, ഞാൻ പറയുന്നില്ല, കുറേ ഭാഷയായി പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഐ എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എസ് സി ഈസ് ഈക്വൽ ടു ഐ ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട്. ആൻഡ് ഐ എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഐ എസ് സി ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം, ഇവിടെ ഐ എ കൊടുത്തത് ഐ എസ് ഈക്വൽ ടു ഐ എസ് എച്ച് പ്ലസ് ഐ എൽ അല്ലേ, ഇവിടേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നില്ലേ. ഓക്കെ, കെ സി എൽ പ്രകാരം പോകുന്നില്ലേ. ആൻഡ് വി ഈസ് ഈക്വൽ ടു എന്താണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടെർമിനൽ വോൾട്ടേജ് എത്ര കിട്ടുമെന്ന് നോക്കാം. വി ഈസ് ഈക്വൽ ടു ഇ ജി ഉണ്ടാവുന്ന ജനറേറ്റഡ് ഇ എം എഫ് മൈനസ് ഐ എ ആർ എ, എന്താണ് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ്, മൈനസ് ഐ എസ് സി ആർ എസ് സി, ഇവിടെ ഉണ്ടാവുന്ന സീരീസ് ഫീൽഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, ഐ എസ് സി ആർ എസ് സി നേരത്തെ പോലെ തന്നെ. ഓക്കെ, ഇവിടെ പവർ ഡെവലപ്ഡ് എങ്ങനെയാ, പി ജി ഈസ് ഈക്വൽ ടു വി ഐ.
അതായത് പവർ ഉണ്ടാവുന്ന പി ഐ, അതായത് ഇ ജി ഐ എ. ഓക്കെ, പി ജി ഇസിക്വൽ ടു ഇ ജി ഐ എ, അതെല്ലാവരും സെയിം ആണ് ഞാൻ പറഞ്ഞു. പവർ ഡെലിവേർഡ് പറഞ്ഞ പവർ പി ഡി, പവർ ഡെവലപ്ഡ് മൈനസ് പവർ ലോസ്. ഓക്കെ, അപ്പോൾ പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ജി ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ എ, അതായത് ഇവിടുത്തെ ആർമേച്ചർ പവർ ഡ്രോപ്പ് മൈനസ് ഐ എസ് സി സ്ക്വയർ ആർ എസ് സി, ഇവിടെ ഉണ്ടാവുന്ന സീരീസ് ഫീൽഡ് ഡ്രോപ്പ്. നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഉണ്ടാവുന്ന വോൾട്ടേജ് പവർ ഡ്രോപ്പ്. ഓക്കെ, ഇതാണ് ഇവിടെ ഒരു എക്സ്ട്രാ കമ്പോണന്റ് ആയി വരുന്ന ഐ എസ് സി സ്ക്വയർ ആർ എസ് സി. അതായത് നിങ്ങൾക്ക് ഷണ്ട് ഫീൽഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓർ പി ഡി ഇസ് ഈക്വൽ ടു വി ഐ എൽ, അതായത് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ ലോഡ് കറണ്ടും കൂടി ഇൻഡ്യൂ ചെയ്താൽ നമുക്ക് പവർ ഡെലിവേർഡ് നമുക്ക് കിട്ടും. മനസ്സിലായി വരുന്നുണ്ട് ലോങ് ഷണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. ഓക്കെ, അപ്പോൾ ലോങ് ഷണ്ട് കഴിഞ്ഞു, ഷോർട്ട് ഷണ്ട് ആണ്. ഷോർട്ട് ഷണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ഷണ്ട് ഫീൽഡ് എന്താണ്, ആർമേച്ചറിന് മാത്രം പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സെറ്റപ്പിനാണ് എന്ത് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ ആർമേച്ചർ എന്ന് പറഞ്ഞ ആർമേച്ചർ ഉണ്ടാവുന്ന കറണ്ട് എന്താണ് ഐ എ എന്ന് പറഞ്ഞ കറണ്ട് നോക്കിയേ. ഈ ഐ എ പറഞ്ഞ കറണ്ട് ഞാനിവിടെ ഒരു മിനിറ്റ് 1 സെക്കൻഡ്. ഈ ഐ എ പറഞ്ഞ കറണ്ട് ആണ് എന്ത് ഐ എസ് എച്ചിലേക്കും ഐ എസ് സിയുമായിട്ട്, അതായത് ഷണ്ട് വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ട് ഐ എസ് എച്ചും ഐ എസ് സി ലോഡിൽ സീരീസ് വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ട് ആയിട്ടും പോകുന്നത്, സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഐ എസ് ഈക്വൽ ടു ഐ എസ് എച്ച് പ്ലസ് ഐ എസ് സി നമുക്ക് എഴുതാം. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഐ എസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എൽ ഈക്വൽ ആണ് അല്ലേ, ഈ ഐ എസ് സി തന്നെയാണ് ഐ എൽ. അപ്പോൾ ഐ എസ് സി ഈസ് ഈക്വൽ ടു ഐ എൽ. ആൻഡ് ദെൻ ഐ എസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ വി എസ് എച്ച് ബൈ ആർ എസ് എച്ച് നമുക്ക് എഴുതാറുന്നു നമ്മുടെ എന്തിൽ ഷണ്ടിൽ. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. സോറി, ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ലോങ് ഷണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ എസ് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വി ബൈ ആർ എസ് എച്ച് എന്ന് എഴുതാട്ടോ. ഓക്കെ, വി ബൈ ആർ എസ് എച്ച് നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു വി പ്ലസ്, അതായത് വി പ്ലസ് ഐ എസ് സി ആർ എസ് സി, ഈ ഡ്രോപ്പും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വി പ്ലസ് ഐ എസ് സി ആർ എസ് സി ബൈ ആർ എസ് എച്ച്, അങ്ങനെയാണ് നമുക്ക് ഈ ഐ എസ് എച്ച് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി നോക്കിയാൽ ഇവിടെ നിന്ന് വരുന്ന നമുക്ക് നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷണ്ടിൽ നമുക്ക് എന്ത് ഓൺലി നമുക്ക് ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ നേരെ ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെ പാരലൽ, നമുക്ക് ഈ വി തന്നെയാണ് ഇവിടുത്തെ വി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പറയാം. ഓക്കെ, ഈ വി തന്നെയാണ് ഇവിടുത്തെ ഈ വി എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ ഒന്നും തന്നെ ഒരു ഡ്രോപ്പും ഇല്ല. ഓക്കെ, കറണ്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. മീൻസ് അങ്ങനെയല്ല, ഇവിടെ ഡ്രോപ്പുകൾ ഇല്ലെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സീരീസ് ഫീൽഡ് കാരണം ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഡ്രോപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഐ എസ് എച്ച് ഈസ് ഈക്വൽ ടു വി പ്ലസ്, അത് ഇവിടുത്തെ വോൾട്ടേജും അതിനോടൊപ്പം തന്നെ ഈ ഡ്രോപ്പ് ഐ എസ് സി ആർ എസ് സി പറഞ്ഞ ആ ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ വി പ്ലസ് ഐ എസ് സി ആർ എസ് സി ബൈ നോർമൽ ബൈ ആർ എസ് എച്ച് ഓംസ് ലോ പ്രകാരം നമുക്ക് എഴുതാം. അപ്പോൾ ഐ എസ് എച്ച് നമുക്ക് അങ്ങനെ കിട്ടും. ആൻഡ് വി ഈസ് ഈക്വൽ ടു ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറേറ്റർ ഇ എം എഫ് മൈനസ് ഐ ആർ എ പറഞ്ഞാൽ ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് മൈനസ് ഐ എസ് സി ആർ എസ് സി ഇവിടെ സീരീസ് ഫീൽഡ് വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് സീരീസ് ഫീൽഡ് വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് അങ്ങനെ നമുക്ക് എഴുതാം. ഐ എസ് സി ആർ എസ് സി നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ, ലോഡിലേക്ക് പോകുന്നത്. ആൻഡ് പവർ ഡെവലപ്ഡ് ഞാൻ പി ജി എന്ന് പറഞ്ഞ ചെയ്ത് ഡിനോട്ട് ചെയ്യുക വി ഐ, ആൻഡ് പി ജി സിക്വൽ ഡി ജി ഐ എല്ലാം ജനറേറ്ററിലും കോമൺ ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പവർ ഡെലിവേർഡ് പറയുമ്പോൾ എന്താണ്, പവർ ഡെവലപ്ഡ് മൈനസ് പവർ ലോസ് ആണ്. അപ്പോൾ പവർ ഡെലിവേർഡ് പി ഡി ഇസ് ഈക്വൽ ടു ഇ ജി ഐ എ, പവർ ഡെവലപ്ഡ് ഇ ജി ഐ ആണ്, എല്ലാം ജനറേറ്ററിലും കോമൺ ആണ്, മൈനസ് ഐ എ സ്ക്വയർ, ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ, ഐ എ സ്ക്വയർ ആർ എ, അതായത് എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ആർമേച്ചർ പവർ ഡ്രോപ്പ് മൈനസ് ഐ എസ് സി സ്ക്വയർ ആർ എസ് സി, അതിന് ഇവിടെ ഉണ്ടാവുന്ന സീരീസ് പവർ ഡ്രോപ്പ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഡി സിക്വൽ ടു ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, ഇവിടെ ഉണ്ടാവുന്ന കറണ്ട്. ഓക്കെ, വി ഇൻറ്റു ഐ എൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഓരോ ജനറേറ്ററിൻ്റെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്. നമുക്ക് 3 തരം ജനറേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ജസ്റ്റ് എ സെക്കൻഡ്,
പെർമനന്റ് DC ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ, സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. അതിൽ പെർമനന്റ് DC ജനറേറ്റർ നമ്മൾ പെർമനന്റ് മാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലക്സ് എന്താവും, കോൺസ്റ്റന്റ് ആവും. നമുക്ക് അതിന് ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് EMF നമുക്ക് കുറച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കോസ്റ്റും കൂടുതലാണ്. പക്ഷേ കോമ്പാക്ട് സൈസാണ്. വലിയ ജനറേറ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ മാൻഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കോസ്റ്റ് കൂടുതലാണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് പിന്നെ ഉള്ളത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സ് യൂസ് ചെയ്യുന്ന ജനറേറ്റേഴ്സ് ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ഉണ്ട്. അതിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ എക്സൈറ്റേഷൻ കൊടുക്കുക, DC ഫീൽഡിലേക്ക് സപ്ലൈ കൊടുക്കുക. അത് കോമൺലി യൂസ് ചെയ്യുന്നില്ല. പിന്നെ സെൽഫ് എക്സൈറ്റഡ് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉണ്ടാവും, അതായത് ഫസ്റ്റ് ഇനീഷ്യലി എന്താണ്, നമ്മുടെ ഫീൽഡിൽ ഓൾറെഡി ഒരു ഫ്ലക്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാരണമാണ്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കാരണമാണ്. അപ്പോൾ ആ ഒരു ഫ്ലക്സ് കാരണം ഒരു ഇനീഷ്യലി ചെറിയ EMF ഉണ്ടാവും. അപ്പോൾ ആ EMF വീണ്ടും ആ ഫ്ലക്സിനെ കട്ട് ചെയ്ത് EMF എന്ത് ചെയ്യും, ആ ഫ്ലക്സിലേക്ക് ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ ചെയ്യും. ഒരു കറണ്ട് ഉണ്ടായിട്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും ഫ്ലക്സ് കൂടും, അങ്ങനെ വീണ്ടും EMF കൂടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഇതിൻ്റെ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിൻ്റെ വർക്കിംഗ്. ആൻഡ് സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ 3 തരത്തിലുണ്ട്: സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്. സീരീസ് അത് എന്തിന് ബേസ്ഡ് ഓൺ അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെന്റ് ഓഫ് ഫീൽഡ് കോയിൽസ്. അത് ഫീൽഡ് കോയിൽസ്, അത് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ഇവിടെ ഫീൽഡ് കോയിൽസ് ആണ്. ഫീൽഡ് വൈൻഡിങ്ങിന്റെ അറേഞ്ച്മെന്റ് ആർമേച്ചറിന് എങ്ങനെയാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ജനറേറ്ററിന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആർമേച്ചറിന് സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സീരീസ് വൗണ്ട് പറയുന്നു. ആൻഡ് ആർമേച്ചറിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ പാരൽ ഷണ്ട് വൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നു. ആൻഡ് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, കോമ്പൗണ്ട് വൗണ്ട് ജനറേറ്റർ. അത് ലോങ് ഷണ്ടും ഉണ്ട്, ഷോർട്ട് ഷണ്ടും ഉണ്ട്. ലോങ് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അത് രണ്ടിനും പാരലാവും, അതായത് ആർമേച്ചറിനും ഫീൽഡിനും പാരലാവും. അതുപോലെ ഷോർട്ട് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൺലി പാരലൽ വിത്ത് ആർമേച്ചർ. അതിന് ഓരോത്തിൻ്റെയും പാരാമീറ്റേഴ്സ്, അതുപോലെ ഈ ജനറേറ്റർ EMF, അതുപോലെ പാരാമീറ്റേഴ്സ് ആൻഡ് പവർ ഡെവലപ്ഡ്, ഓരോന്നിൻ്റെയും പവർ ഡെവലപ്ഡും പവർ ലോസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്താ ചെയ്യുക, ഇതൊന്ന് നോട്ട്ബുക്കിൽ എഴുതി ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.